കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ MLA-മാരും നേരിട്ട് കണ്ട് അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഒരു തീരുമാനമെടുക്കും. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളതിനെക്കുറിച്ച് കാര്യങ്ങൾ അവർ പറയുന്നതാണ്. ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഒരു വലിയ ഭൂരിപക്ഷത്തോടുകൂടി കടന്നു വരാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയത് കേരളത്തിലെ ജനങ്ങളാണ്. കേരളത്തിലെ ജനങ്ങളോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നതോടൊപ്പം ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് തീർച്ചയായിട്ടും ഇത്രമാത്രം ഒരു വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കൂട്ടായ പ്രവർത്തനത്തിൽ എല്ലാവരും അതിൽ പങ്കാളിത്തമുണ്ടായിരുന്നു. അത് UDF-ൻ്റെ നേതൃത്വത്തിലുള്ള മുഴുവൻ ആളുകളും അതിൽ പങ്കാളിത്തം വഹിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് തന്നെയാണ് 102 സീറ്റിലേക്ക് കടന്നു വരാനുള്ള അവസരം ഒരുക്കിയെടുക്കാൻ കഴിഞ്ഞത്. അത് UDF-ൻ്റെ ഒരു വലിയ നേട്ടമാണ്. ഒന്നിച്ച് ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് അതൊക്കെ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനിയൊന്നും വിടാവൂ. അടൂർ പ്രകാശ് സംസാരിക്കുകയായിരുന്നു. ഇങ്ങനെ ഈ ഉദ്വേഗം കുറേ മണിക്കൂറുകൾ കൂടി, കുറച്ച് ദിവസങ്ങൾ കൂടി തുടരും.